തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുക. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വളരെ പൂർവാധികം ഭംഗിയായും ശക്തിയായും നടക്കുന്നു. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഓരോ രാഷ്ട്രീയക്കാരും, രാഷ്ട്രീയ പ്രവർത്തകരും, രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ. പക്ഷേ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം, മുൻപ് പലവട്ടം CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ ഇന്ന് താമര അടയാളത്തിൽ മത്സരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന രസകരമായിട്ടുള്ള കാഴ്ച. മൂന്നാറിലാണത്. മൂന്നാറിൽ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുവാൻ എത്തുന്നത് CPM-ന്റെ മുൻ MLA കൂടിയായിട്ടുള്ള S. രാജേന്ദ്രനാണ്. രാജേന്ദ്രനെ ആരും മറക്കാനിടയില്ല. കാരണം പഴയ ദേവികുളം MLA S. രാജേന്ദ്രൻ BJPയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പണ്ട് പല ഘട്ടത്തിൽ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയുമായിരുന്നു. രാജേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് രാജേന്ദ്രന് നിക്കക്കള്ളിയില്ലാതെ CPM വിട്ട് BJPയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. CPM-ന്റെ മുൻ MLA ആയിട്ടുള്ള S. രാജേന്ദ്രൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്കായിട്ട് വോട്ട് തേടി ഇറങ്ങിയതോടുകൂടിയാണ് ആൾക്കാർക്ക് ഇപ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. കാരണം രാജേന്ദ്രൻ BJPയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ താമരയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് എന്ന്. ഇടമലക്കുടി, ദേവികുളം ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലാണ് ഈ വോട്ട് പിടുത്തം ഇപ്പോൾ നടക്കുന്നത്. ഇടമലക്കുടിയിൽ മാത്രം 2 ആഴ്ചയ്ക്കിടെ 3 തവണ രാജേന്ദ്രൻ വോട്ട് തേടിയെത്തിയിരിക്കുന്നു. CPM-മായി 4 വർഷമായി അകന്നു നിൽക്കുകയാണ് രാജേന്ദ്രൻ. തിരഞ്ഞെടുപ്പുകളിലൊക്കെ താൻ മത്സരിച്ചപ്പോൾ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും അവരുടെ ബന്ധുക്കളും ഇത്തവണ പലയിടത്തായിട്ട് മത്സരിക്കുന്നുണ്ട്. അവരെ തിരിച്ചു സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥനയുമായിട്ട് താൻ എത്തുന്നത് എന്നാണ് രാജേന്ദ്രന്റെ പ്രതികരണം എന്ന് പറയുന്നത്. നിലവിൽ ഒരു പാർട്ടിയിൽ പോലും അദ്ദേഹം ഇപ്പോൾ അംഗമല്ല. ഇനി ഏത് പാർട്ടിയിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചില ധാരണകളുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന A. രാജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് 15 വർഷം CPM MLA ആയിരുന്ന S. രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചിട്ടും ഈ S. രാജേന്ദ്രനെ വീണ്ടും തിരികെ പാർട്ടിയിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തിരികെ പാർട്ടിയിൽ പ്രവേശിപ്പിക്കാതിരുന്നതോടുകൂടിയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ രാജേന്ദ്രൻ ആരംഭിക്കുന്നത്. രാജേന്ദ്രൻ BJPയിൽ ചേരുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ വരെയുണ്ട്. അതിന്റെ ഒരു കർട്ടൻ റൈസറാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടുത്തവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതും BJPക്ക് വേണ്ടിയിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതിനിടെയാണ് വോട്ട് പിടുത്തമൊക്കെ വലിയ ചർച്ചയും വാർത്തകളും ഒക്കെ ആയത് എന്നതാണ്. എന്തായാലും രാജേന്ദ്രൻ BJPയിലേക്ക് എന്ന പ്രചാരണം നേരത്തെ തന്നെ ശക്തമായി ഉയർന്നിരുന്നതാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം, കേന്ദ്ര SC/ST കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് BJPയിൽ നിന്ന് രാജേന്ദ്രന് ലഭിച്ചതെന്നതടക്കമുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര SC/ST കമ്മീഷൻ മുതിർന്ന അംഗങ്ങൾ, BJP സംസ്ഥാന നേതാക്കൾ എന്നിവരൊക്കെ ഈ രാജേന്ദ്രനുമായിട്ട് തിരുവനന്തപുരത്ത് വച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വലിയ ചർച്ചകളൊക്കെ നടത്തുകയാണ്. തിരുവനന്തപുരത്ത് ആ കൂടിക്കാഴ്ചയിൽ തന്നെ ചില വാഗ്ദാനങ്ങൾ രാജേന്ദ്രന് ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ നേരത്തെ രാജേന്ദ്രൻ കേരളത്തിലെ ചുമതലയുള്ള BJP നേതാവായിട്ടുള്ള അജിത് ജാവദേക്കറുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1991 മുതൽ ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് AK മണിയെ തറപറ്റിച്ചുകൊണ്ടാണ് CPM നേതാവായിരുന്ന S. രാജേന്ദ്രൻ 2006-ൽ ആദ്യം നിയമസഭയിലെത്തുന്നത്. 2011-ലും 2016-ലും അതേ വിജയം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ 2021-ൽ S. രാജേന്ദ്രന് CPM സീറ്റ് നിഷേധിച്ചു. അവിടെ നിന്നാണ് CPM-ഉം രാജേന്ദ്രനുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതും പാർട്ടിയിൽ സസ്പെൻഷൻ കിട്ടിയതും. 2022-ൽ തന്നെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കുറ്റം. 2023-ൽ 1 വർഷത്തെ സസ്പെൻഷൻ കാലാവധി കഴിയുന്നു. പക്ഷേ താൻ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്നുള്ള അവകാശവാദത്തിലേക്ക് രാജേന്ദ്രൻ എത്തുന്നു. അതായത് പാർട്ടിയിലേക്ക് അയാളെ തിരിച്ചെടുത്തിട്ടില്ല. പാർട്ടിക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് രാജേന്ദ്രന്റെ പുതിയ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും പലരും തന്നെ സമീപിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, നേരിട്ട് കാണുന്നു. കോൺഗ്രസ്, CPI, BJP, NCP, AAP തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ നേതാക്കൾ എല്ലാം നേരിട്ട് വന്ന് സംസാരിക്കുന്നു. ചില ദളിത് സംഘടനകൾ സമീപിക്കുന്നു. പല പാർട്ടികളിൽ നിന്നായിട്ട് വിട്ടുവരുന്നവർ അവർ ചേർന്നിട്ട് ഒരു NGO പോലെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ചു പേർ സമീപിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിലരുടെ വരവ് കൂടിയാകുമ്പോഴും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് രാജേന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവരുടെ പക്കൽ നിന്നൊക്കെ ഈ വരുന്നവരുടെയൊക്കെ പക്കൽ നിന്ന് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദമുണ്ട് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അതൊന്നും ഒരു ചെറിയ കാര്യമല്ല എന്നും പൊതുപ്രവർത്തനം എന്താണെങ്കിലും തുടരുമെന്നും ഉള്ള രാജേന്ദ്രൻ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ഈ വിവാദപരമായിട്ടുള്ള രീതി കൂടി മനസ്സിലാക്കുന്നത്
കുറച്ചു നാളുകൾക്കകം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് അവസാനിക്കുന്ന അതേ ദിവസം തന്നെ എസ് രാജേന്ദ്രൻ BJP പാളയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരിക്കും എസ് രാജേന്ദ്രൻ താമര ചിഹ്നത്തിൽ മത്സരിച്ച് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുക, BJPക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് രാജേന്ദ്രൻ എത്തിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പാർട്ടിയിലും അംഗത്വമുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ BJPയിലേക്ക് ചെന്ന് അവിടെ അവർക്ക് ഒട്ടനവധി വാഗ്ദാനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നുകിൽ ഇവിടെ സംസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയേക്കാം, മാത്രമല്ല കേന്ദ്ര SC/ST കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ലഭിച്ചേക്കാം. ഇതൊക്കെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ കേന്ദ്ര SC/ST കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിലെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ രാജേന്ദ്രന് മുന്നിലേക്ക് BJP വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് രാജേന്ദ്രൻ എന്തായാലും മറ്റു പാർട്ടിയിൽ അംഗത്വമില്ലാത്തത് കൊണ്ട് തന്നെ BJPയിലേക്ക് അംഗത്വമെടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യത തേടുകയാണ് രാജേന്ദ്രൻ.